അങ്ങനെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന ജനറൽ ബോഡി മീറ്റിംഗിലും ISL ക്ലബ്ബുകളും I-ലീഗ് ക്ലബ്ബുകളും ഒക്കെ തന്നെ മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പ്രപ്പോസലുകൾ, അതായത് ISL നടത്തുന്ന കാര്യത്തിലും I-ലീഗ് നടത്തുന്ന കാര്യത്തിലും ഒക്കെ തന്നെ വേണ്ടി ക്ലബ്ബുകൾ മുൻപോട്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പ്രപ്പോസലൊക്കെ തന്നെ റിജക്റ്റ് ചെയ്തു. അതായത് AFF റിജക്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒന്നാമത് തന്നെ ISL നടക്കുമോ എന്നൊരു കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു വ്യക്തതയില്ല. അതായത് ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം അവസാനിക്കാണ്ട് വിരലെണ്ണാവുന്ന ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. സോ ഈ ഒരു മാസം കൂടി അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ജനുവരിയാണ്. നേരത്തെ പ്രപ്പോസലിലൊക്കെ തന്നെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് ജനുവരി 1 ആരംഭിച്ച് മെയ് വരെ നീണ്ടു നിൽക്കുന്ന 180 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബിസി ഷെഡ്യൂളിലുള്ള ISL സീസൺ നടത്താമെന്നുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായെന്നാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതുപോലും നടക്കാത്ത സിറ്റുവേഷനിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നിലവിൽ 2 പ്രപ്പോസലായിരുന്നു മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആനുവലിയല്ല, ഈ ക്ലബ്ബുകളെല്ലാം ചേർന്ന് 10 കോടിയോളം രൂപ ഫെഡറേഷന് നൽകുന്ന തരത്തിൽ, അതായത് ISLൻ്റെ സമ്പൂർണ്ണ വാണിജ്യവൽക്കരിക്കുവാനായിട്ടുള്ള അവകാശം, അതായത് കൊമേഴ്ഷ്യൽ റൈറ്റും ക്ലബ്ബുകൾക്ക് നൽകുന്ന തരത്തിലുള്ള ഒരു പ്രപ്പോസലായിരുന്നു ISL ക്ലബ്ബ് മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ I-ലീഗ് ക്ലബ്ബ് മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് 18 ക്ലബ്ബുകളോളം ചേർന്ന് 2 ലീഗുകൾ, അതായത് ടോപ്പ് ടയർ ലീഗായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ്, അതായത് ISLും I-ലീഗും ചേർന്ന് ഒരുമിച്ച് മെർജ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഒരു പുതിയ ഒരു കമ്പൈൻഡ് ലീഗായിട്ട്, അതായത് 18 ടീമുകളുള്ള ഇന്ത്യൻ ഫുട്ബോൾ പ്രീമിയർ ലീഗ് എന്ന തരത്തിലുള്ള ഒരു ലീഗ്, പുതിയ ലീഗ് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു I-ലീഗ് ക്ലബ്ബുകൾ മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതും ഈ ഒരു അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ റദ്ദാക്കി, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. സോ ഈ ഒരു പ്രശ്നം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുവാൻ വേണ്ടി ഗോവ, വെസ്റ്റ് ബംഗാൾ, കേരള എന്നീ കോണ്ടിനെൻറ്റ്സ്, അതായത് ആ തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ചുകൊണ്ട് പുതിയൊരു ജനറൽ ബോഡി ക്രിയേറ്റ് ചെയ്ത് ISL എങ്ങനെ നടത്തണം എന്നൊരു പ്ലാനിങ്, പുതിയൊരു സ്ട്രക്ചറൽ പ്ലാനിങ് ഉണ്ടാക്കണം എന്ന തരത്തിലുള്ളൊരു വാർത്ത നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഫെബ്രുവരിയിൽ ആരംഭിക്കും എന്ന തരത്തിൽ, ഫെബ്രുവരി 1 തൊട്ട് ആരംഭിക്കും എന്ന തരത്തിലുള്ളൊരു റൂമർ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. റൂമർ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സെപ്റ്റംബർ മാസം തൊട്ട് തന്നെ വരാൻ തുടങ്ങിയതാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇപ്പോൾ ഏകദേശം ISL നടക്കേണ്ട, അല്ലെങ്കിൽ ISL ഒരു പകുതിയോളം എത്തേണ്ട, ഒരു ബ്രേക്കൊക്കെ വരേണ്ട ടൈം പീരീഡാണ് ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത്. ഈ ഒരു ടൈം പീരീഡ് ആകുമ്പോഴത്തേക്ക് ഇത്ര ദിവസം ഒരു ബ്രേക്കൊക്കെ സാധാരണ ISL സീസണൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ കാണാവുന്നതാണ്. സോ നിലവിലെ സാഹചര്യത്തിൽ അതുമില്ല, ISLും ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് തന്നെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ISLനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ വിമർശനമൊക്കെ തന്നെ മുമ്പോട്ട് അവർ വെക്കുന്നുണ്ട്. അതുമാത്രമല്ല, താരങ്ങളുടെയൊക്കെ തന്നെ ഒരു മാർക്കറ്റ് വാല്യൂ വളരെ വലിയൊരു ഡിക്രീസ് നിലവിൽ കാണുവാനായിട്ടും സാധിക്കുന്നുണ്ട്. സോ ഉടൻ തന്നെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കണം എന്നുള്ളത് ഫെഡറേഷൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമായി മാറുകയല്ല, മറിച്ച് എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇനി ഈ ഒരു ISL സീസണിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. സോ ഉടൻ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.